ഇവിടെ എന്താ വല്ല കല്യാണം മറ്റോ നടക്കാൻ പോവാണോ? ഇത്രയ്ക്ക് അങ്ങോട്ട് വിസ്തരിക്കാൻ? ഈ ഭിത്തിയിലൊക്കെ ആ കുമ്മായിട്ട് 4 വലി വലിച്ചേക്ക. പിന്നെ ഈ തടി സാമാനങ്ങൾ അത് ഓടിച്ചൊന്നും മിനുക്കിയേക്ക. ഇത്രയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ. അതിന് നീ ഈ കുമ്മായവും കോലും ആയിട്ട് ഇതിനകത്ത് കേറിയിട്ട് ദിവസം മാടമ്പിള്ളി മേടയില് യക്ഷിയുണ്ട്, മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടിത്തൂറികള് കാലുറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല. നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു, ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു. അതിന് നീ തന്നെ എങ്ങനെ മുടിപ്പിച്ചേ അടങ്ങൂന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ. രാഘവോ, കൽക്കട്ടയിൽ നിന്ന് ശാരദാമ്മയൊക്കെ ഏത് നിമിഷവും കയറി വരാം. അപ്പോഴും നീ നിന്റെ ഈ കോലുമായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെയാണോ ഭാവം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് തീർന്നേടത്തോളം പണി തീർന്നാ മതി. നിർത്തിയേക്ക. ഇനി നീ ഇതും പറഞ്ഞ് ഇതിനകത്ത് ചുറ്റിത്തിരിയണ്ട. ഞാൻ കൂലി തരില്ല. രാഘവോ, ഞാൻ ഈ പറയണതൊന്നും നീ കേൾക്കണില്ലേ? ഇവൻ എവിടെ പോയി കിടക്കുക? ഒളിച്ചിരുന്ന പെയിന്റ് അടിക്കുന്നേ? രാഘവോ, രാഘവോ, രാജപ്പോ, ഗോപാലകൃഷ്ണ, അയ്യോ! കൊട്. മാടമ്പിള്ളി പോയി ലേശം താമസിച്ചു. നടക്കട്ടെ നടക്കട്ടെ. ഉണ്ണിത്താന്റെ മോളുട്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ. അതെയോ? ആയിക്കോട്ടെ. എന്നിട്ടിപ്പോ എന്തായി? എന്താവാൻ, ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. എന്നിട്ട് വാര്യർ കിടന്നോ? പായിട്ടാ കിടക്ക്. ഞാൻ ആ പായ്ക്ക് ഇങ്ങോട്ട് പിടിച്ചു, എന്നിട്ട് ഒരു താഴ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. അത്രയല്ലേ ഉള്ളൂ. കാക്കി പിടിച്ചോളൂ. താക്കോലെടുക്കാതരുണോദയത്തിൽ താനേ മുഴങ്ങു. നിർത്ത്. താക്കോൽ കൊടുക്കാതേന്ന് ചൊല്ലൂ. അതേലോ, താക്കോലെടുക്കാ. ഇനി ഉണ്ണിത്താൻ എന്താ താക്കോൽ എടുക്കാതെ? എന്താ ഇത്? എടുത്തിട്ടില്ല.